സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാവയ്ക്ക വരട്ടിയതാണ്. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ ഷുഗറുകാർക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്കിന്ന് പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ പാവയ്ക്ക നല്ല മൂത്ത പാവയ്ക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇനി നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പാവയ്ക്കയുടെ ഈ 2 വശമൊന്നും കട്ട് ചെയ്ത ശേഷം നമുക്ക് റൗണ്ടിലാണിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. തീരെ കനം കുറച്ചിട്ടും വേണ്ട, അതുപോലെ വല്ലാണ്ട് കട്ടിയുള്ള രീതി ആയിരിക്കരുത്. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനത്തെ നമ്മുടെ പാവയ്ക്ക കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്ന് ഞാൻ സീഡെല്ലാം മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് മൂത്ത പാവയ്ക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സീഡ് മാറ്റിയത്. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. ഇത് നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു 4 വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്, ഒട്ടും കയ്പില്ലാത്ത നല്ലൊരു പാവയ്ക്ക വരട്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ പാവയ്ക്ക വരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. അങ്ങനെ മൺചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ ഒരുവിധം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അങ്ങനെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 2 വറ്റൽമുളകാണ്. പിന്നെ ചേർക്കുന്നത് 4 വെളുത്തുള്ളി ചതച്ച് വെച്ചത്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ, നന്നായി മൊരിയുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. അങ്ങനെ ഗാർലിക്കൊക്കെ മൂത്തൊരു മണം വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. അതിനത് ഒരു സവാളയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് സവാള നന്നായി വഴറ്റി യോജിപ്പിക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടി ചേർക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന വരെയാണ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക ചേർക്കാം. ഇതിൻ്റെ സീഡെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് സവാളയായിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. അങ്ങനത്തെ പാവയ്ക്കൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കാശ്മീരി ചില്ലിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ക്യുമിൻ പൗഡർ. ഇനി നമുക്ക് ഈ മസാലയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിത് മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിൽ കുതിർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കല്ലുപ്പാണ്. അതിനുശേഷം ഇത് പുളിവെള്ളമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ പുളിവെള്ളം ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പാവയ്ക്കയുടെ കയ്പ്പ് നന്നായി കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനത്തെ പുളിവെള്ളം എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടച്ചു വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമുക്കിത് വേവിക്കേണ്ടത്. ഇടയ്ക്ക് തുറന്ന ശേഷം ഒന്ന് ഇളക്കി വീണ്ടും വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ പാവയ്ക്ക വെന്ത് കിട്ടും.
ഇടയ്ക്കൊന്ന് ഇളക്കി അവിടെ ഒന്ന് യോജിപ്പിക്കുക. പുളിയെല്ലാം കംപ്ലീറ്റ് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും പാവയ്ക്കൊക്കെ നന്നായി വെന്ത് കിട്ടും. പ്രത്യേകിച്ചും ഷുഗറുകാർക്കൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ പാവയ്ക്ക കഴിക്കുന്നത്. ഒന്നും കൂടി ഒന്ന് വറ്റിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പാവയ്ക്ക വരട്ടിയതെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇടാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾ പോലും പാവയ്ക്ക കഴിക്കുന്നതാണ്. ഇത് കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.